ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മെഴ്സിഡീസിന്റെ മ്യൂസിയം ഉണ്ട്. നമ്മൾ മെഴ്സിഡീസ് മ്യൂസിയം അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ്സിലെ കുറച്ച് വണ്ടികളൊക്കെ കാണാം. സ്റ്റുട്ട്ഗാർട്ടിന്റെ വിഷയം കാണാം. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു EQV കിടപ്പുണ്ട്. പാർക്കിങ്ങിൽ തന്നെ ഒരുപാട് മെഴ്സിഡീസ് വണ്ടികൾ കിടപ്പുണ്ട്. പുറത്തൊരു ബ്രാബസും കിടപ്പുണ്ട്. നമുക്ക് ബ്രാബസ് ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് മ്യൂസിയത്തിലേക്ക് പോവാം. ബ്രാബസ് ഒക്കെ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഒരാൾ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. എൻട്രൻസിൽ തന്നെ പുതിയ ലിമിറ്റഡ് എഡിഷൻ G ക്ലാസ് കിടപ്പുണ്ട്. G ക്ലാസിന്റെ കളറും ആ പുറത്തെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരത്തിന്റെ കളറൊക്കെ ഭയങ്കര മാച്ചിങ്. അങ്ങനെ മൊത്തത്തിൽ മാച്ചിങ് ഫ്രെയിം. സ്ട്രോങ്ങർ ദാൻ ടൈം 1980s എഡിഷൻ G ക്ലാസ് മോഡലാണിത്. അഗാവെ ഗ്രീൻ നിറവും റെട്രോ ഡിസൈനിൽ ബ്ലാക്ക് ബമ്പറുകളും ഹെഡ്ലൈറ്റ് മെഷ് കവറും റൂഫ് റാക്കും റിയർ ലാഡറും ഒക്കെ ഈ മോഡലിന്റെ പ്രത്യേകതകളാണ്. എത്ര വർഷം വന്നിട്ടുണ്ട്? ഞാൻ മൂന്നാമത്തെ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെഴ്സിഡീസ് വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഒറ്റ ഉത്തരം. എങ്ങനെ പറയും, എത്രയധികം നല്ല മോഡൽ. ബെസ്റ്റ്. എന്നാലും SLS AMG ഉറപ്പിച്ചു. ഒറ്റ ഉത്തരം. ഓക്കെ. സോ നമുക്കൊരു ഡിജിറ്റൽ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ റൂംസിലോട്ട് കയറുമ്പോൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഫ്ലോറിന്റെ എൻട്രൻസ് ആണ്. എൻട്രൻസ് ഇവിടെ മുതൽ ഇനി അപ്പുറത്തോട്ട് മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാം. 2006 മെഴ്സിഡീസ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. മെഴ്സിഡീസ് ഹെഡ്ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ഈ മ്യൂസിയം മെഴ്സിഡീസ് ബെൻസ് എന്ന ബ്രാൻഡിന്റെ 135 വർഷത്തെ പാരമ്പര്യം നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരുന്ന ഒരു ടൈം മെഷീനാണെന്ന് പറയാം. മുകളിൽ നിന്നും കാഴ്ചകൾ കണ്ട് താഴെ വരെ എത്തുന്ന രീതിയിലാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ, വീഡിയോ മാപ്പിംഗ്, വോയിസ് അസിസ്റ്റൻസ് എന്നിങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളിലൂടെയാണ് ഓരോ സന്ദർശകർക്കും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളെപ്പറ്റിയും അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഇൻഫർമേഷൻ നൽകുന്നത്. 16,500 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയത്തിൽ 1,500-ലധികം പ്രദർശനങ്ങളുണ്ട്. ഇതിൽ 160 എണ്ണം യഥാർത്ഥ വാഹനങ്ങളാണ്. മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം മെഴ്സിഡീസ് എന്ന ബ്രാൻഡിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. 1886 ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയറായ കാൾ ബെൻസ് ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. 3 ചക്രങ്ങളുള്ള സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ബെൻസ് പേറ്റന്റ് മോട്ടോവാഗൺ. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയ ലോകത്തെ ആദ്യത്തെ വാഹനമായിരുന്നു ബെൻസ് പേറ്റന്റ് മോട്ടോവാഗൺ. 16 കിലോമീറ്റർ ആയിരുന്നു പരമാവധി വേഗത. ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചതും കൂടുതൽ ഊർജ്ജം നൽകിയതും 1888 കാൾ ബെൻസിന്റെ ഭാര്യയായ ബെർത്ത ബെൻസ് നടത്തിയ ഒരു യാത്രയിലൂടെയാണ്. ബെൻസ് മോട്ടോർ വാഗൺ 100 കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു യാത്രയ്ക്കായി ബെർത്ത ഉപയോഗിക്കുകയുണ്ടായി. ഇതാണ് ലോകത്തെ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് കാർ ജേണിയായി അറിയപ്പെടുന്നത്. യാത്രയുടെ ഇടയിൽ ഫാർമസിയിൽ നിന്നും ഇന്ധനവും ക്ലീനിങ് ഫ്ലൂയിഡ്സും വാങ്ങുകയും ഹെയർപിൻ ഉപയോഗിച്ച് കാർബറേറ്ററും ഫ്യൂൽ ലൈനും ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയ ഈ യാത്ര നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന റോഡ് ട്രിപ്പ് എന്ന കൺസെപ്റ്റിന് തന്നെ തുടക്കം കുറിച്ചു. ഈ ചരിത്രപരമായ യാത്ര റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് സ്റ്റേഷൻ തുടങ്ങിയ ആശയങ്ങൾക്ക് തറക്കല്ലിടുകയും ചെയ്തു. 1899 കാൾ ബെൻസിന്റെ ബെൻസ് ആൻഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ 1886 ഗോട്ട്ലീബ് ഡെയ്ംലിയർ സമാനമായ ഒരു ആശയവുമായി സുഹൃത്തായ വിൽഹം മേബായുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഇവർ വികസിപ്പിച്ചെടുത്ത ഹൈസ്പീഡ് 4 സ്ട്രോക്ക് ഗ്യാസോലിൻ എഞ്ചിൻ 4 വീൽ സ്റ്റേജ് കോച്ചിൽ ഉപയോഗിക്കുകയുണ്ടായി. പിന്നീട് ഇവരൊന്നിച്ച് ഡെയ്ംലിയർ മോട്ടോർ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. കാൾ ബെൻസും ഗോട്ട്ലീബ് ഡെയ്ംലറും ഒന്നിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഇരുവരുടെയും കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും ഒരേ കാലഘട്ടത്തിൽ തുടങ്ങിയ 2 സ്റ്റാർട്ടപ്പ് കമ്പനികളും കൂടിച്ചേർന്നാണ് പിന്നീട് മെഴ്സിഡീസ് ബെൻസ് എന്ന ബ്രാൻഡ് രൂപമെടുത്തത്. എന്നാൽ മെഴ്സിഡീസ് എന്ന പേര് കമ്പനി ഉപയോഗിച്ചു തുടങ്ങിയത് 1901 ഓസ്ട്രിയയിലെ ഡെയ്ംലർ ഡീലറായ എമിൽ യെലിനക് അദ്ദേഹം വിൽക്കുന്ന കാറുകൾക്ക് തന്റെ മകളായ മെഴ്സിഡീസ് യെലിനക്കിന്റെ പേര് ഉപയോഗിക്കണമെന്ന് കമ്പനിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ 1901 മെഴ്സിഡീസ് 30 ഹോഴ്സ് പവർ എന്ന വാഹനത്തിന് പിറവിയെടുത്തു. ഭാരം കുറഞ്ഞതും പവർഫുള്ളുമായ ഈ വാഹനം ലോകത്തിലെ ആദ്യത്തെ മോഡേൺ ഓട്ടോമൊബൈലായി അറിയപ്പെടുന്നു. 1926 ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൽ ബെൻസ് ആൻഡ് കമ്പനിയും ഡെയ്ംലിയർ മോട്ടോർ കോർപ്പറേഷനും മെർജ് ചെയ്യുകയും ഡെയ്ംലിയർ ബെൻസ് എന്ന ബ്രാൻഡ് രൂപപ്പെടുകയും മെഴ്സിഡീസ് ബെൻസ് എന്ന പേര് അവരുടെ ഓട്ടോമൊബൈൽ ട്രേഡ് മാർക്കായി ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. ബ്യൂണസ് എയറസിൽ 1980 സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മെഴ്സിഡീസ് ബസ്സാണിത്. ഷോർട്ട് നോസുള്ള ബസ്സാണ്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും ടെക്നോളജി, സുരക്ഷ, ഗുണമേന്മ എന്നിവയ്ക്ക് മെഴ്സിഡീസ് എപ്പോഴും മുൻതൂക്കം കൊടുത്തിരുന്നു.
1981 മെഴ്സിഡീസ് ലോഞ്ച് ചെയ്ത ലോകത്തെ ആദ്യത്തെ ABS എക്യുപ്ഡ് ബസ്സായ O303 ആണിത്. 1909 മെഴ്സിഡീസ് തങ്ങളുടെ ലെജൻഡറി ലോഗോയായ 3 പോയിന്റ് സ്റ്റാർ ഉപയോഗിച്ച് തുടങ്ങിയത്. ഓരോ പോയിന്റും പ്രകൃതിയുടെ ഭാഗമായ ലാൻഡ്, സീ, എയർ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻസിലും ഡോമിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ ലോഗോ അർത്ഥമാക്കുന്നത്. 1970കളിലും 80കളിലും മെഴ്സിഡീസ് വാഹനങ്ങൾ ലക്ഷറിയുടെയും ഇന്നോവേഷൻ്റെയും ഒപ്പം തന്നെ ഡ്യൂറബിലിറ്റിയിലും പ്രശസ്തി ആർജിച്ചു തുടങ്ങിയിരുന്നു. 21ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തിനാവശ്യമുള്ള എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മെഴ്സിഡീസ് വാഹന ശ്രേണി വിപുലീകരിച്ചു. കൂടുതൽ SUVകളും കോമ്പാക്ട് മോഡൽസും അവതരിപ്പിക്കുകയും ഇലക്ട്രിഫിക്കേഷനായി മുൻഗണന കൊടുക്കുകയും ചെയ്തു. മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെത്തുമ്പോൾ മെഴ്സിഡീസ് ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഷോപ്പ് നമുക്ക് കാണാം. ഇവിടെ സ്കെയിൽ മോഡൽസ്, അപ്പാരൽസ്, സുവനീഴ്സ്, ആക്സസറികൾ തുടങ്ങിയവയുടെ വിശാലമായ കളക്ഷൻസ് ലഭ്യമാണ്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ താഴെ മെഴ്സിഡീസിന്റെ ഒരു പാർക്കിംഗ് സ്പേസിലോട്ട് വന്നു. വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു കിടക്കുവാണ്. എല്ലാ മെഴ്സിഡീസ് വണ്ടികളും ഉണ്ട്. ഇഷ്ടംപോലെ ജി വാഗൺസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ജി വാഗൺ ഇവിടെ കിടപ്പുണ്ട്. സോ ജി ക്ലാസ് തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മെഴ്സിഡീസ്, അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് കാർ എന്ന് പറയാം. അതിൽ ഈ ബ്ലാക്ക് കളറാണ് ഏറ്റവും ആഗ്രഹമുള്ള, ഇനിയിപ്പോൾ എപ്പോഴേലും മേടിക്കാൻ പറ്റുവാണെങ്കിൽ ആഗ്രഹമുള്ള കളർ. സ്വപ്നം കാണാമല്ലോ അല്ലേ? വർഷം 8 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിക്കുന്ന മെഴ്സിഡീസ് മ്യൂസിയം ജർമ്മനിയിലെ ഏറ്റവും ജനപ്രിയമായ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. നമുക്ക് ടൗണിലേക്ക് പോവാം, മറ്റു കുറച്ച് കാഴ്ചകൾ കാണാം. എത്ര മണി വരെ ഉണ്ട് ചോദിച്ചിട്ട്? സ്റ്റുട്ട്ഗാർട്ടിൽ തന്നെ പോർഷയുടെ മ്യൂസിയം ഉണ്ട്. ബട്ട് നമ്മുടെ സമയം കഴിഞ്ഞു പോയി. സാരമില്ല, നമുക്ക് സിറ്റിയിലൊക്കെ പോയി അല്ലേ? സിറ്റിയിലെ കാഴ്ചകളൊക്കെ, കുറച്ച് വണ്ടികളൊക്കെ കാണാം. പറ്റിയെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ടെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ജർമ്മനിയിലെ ബാഡൻ വൂട്ടൻബർഗ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് സ്റ്റുട്ട്ഗാർട്ട്. മെഴ്സിഡീസിന്റെയും പോർഷയുടെയും ഹെഡ് ക്വാർട്ടേഴ്സും മ്യൂസിയവും മേജർ ഫാക്ടറികളും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റുട്ട്ഗാർട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഡീസലിനൊക്കെ നല്ല വിലയാണല്ലേ? നാട്ടിലെ ഏകദേശം 160 രൂപ വരുമല്ലേ ലിറ്ററിന്? 180 പ്ലസ് ഉണ്ട്. 180ന്റെ അടുത്തായി. ആണോ? അത് നമ്മള് അടിച്ച ഡീസൽ എന്തോ വ്യത്യാസമായിരുന്നു. പവർ ആയിരിക്കും അല്ലേ? പവർ ഡീസലാണ് അടിച്ചേട്ടോ, അതുകൊണ്ടാണ്. സാധാ ഇവിടെ ഇല്ല, ഷെല്ലല്ലേ? ഷെല്ലടിച്ചത്. ഇനി ടൊയോട്ട വെർസോ ഡബിൾ പവർ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു വോൾവോ കണ്ടു. വോൾവോ അല്ല, പോൾസ്റ്റാർ. സ്റ്റുട്ട്ഗാർട്ട് നഗരത്തിന്റെ ആർക്കിടെക്ചർ പാരമ്പര്യത്തെ കൈവിടാതെ നവീനതയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഇവിടെ കാണാം. മികച്ച പൊതുസൗകര്യങ്ങളും പച്ചപ്പ് നിറഞ്ഞ വഴികളും ധാരാളം പാർക്കുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു നഗരമാണിത്. പോർഷെ മ്യൂസിയം ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചത്. ക്ലോസ്ഡ് ആണ് ആക്ച്വലി. ഇവിടെ ഒരു മാനേജർ അടുത്ത് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു. വളരെ ദൂരത്തുനിന്ന് വന്നവരാണ്, പെട്ടെന്ന് കയറി കറങ്ങി കണ്ടോന്ന് പറഞ്ഞു. സോ നമ്മൾ പെട്ടെന്ന് ഈ മ്യൂസിയം ഒന്ന് ചുറ്റി കറങ്ങി കാണാൻ പോവുകയാണ്.
പോർഷെ മ്യൂസിയം 2009 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ലോകത്ത് ഒരുപാട് ആരാധകരുള്ള പോർഷെ എന്ന ബ്രാൻഡിന്റെ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്റ്റുട്ട്ഗാർട്ടിന്റെ സുഫൻഹോസൻ പ്രദേശത്താണ്. 5600 സ്ക്വയർ മീറ്റർ സ്പേസ് ഉള്ള ഈ മ്യൂസിയത്തിൽ 130ഓളം വാഹനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1930കളിൽ പോർഷെ സ്ഥാപകനായ ഫെർഡിനൻഡ് പോർഷെ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ കാർ എന്നറിയപ്പെടുന്ന ഫോക്സ്വാഗൺ ബീറ്റിലിന്റെ ഡെവലപ്മെന്റിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നു. പിന്നീട് 1931 അദ്ദേഹം പോർഷെ എഞ്ചിനീയറിംഗ് ഓഫീസ് തുടങ്ങി. 1948 പോർഷെയുടെ ആദ്യ വാഹനമായ പോർഷ 356 നിർമ്മിച്ചത്. ഫെർഡിനൻഡ് പോർഷയുടെ മകനായ ഫെറി പോർഷെ ആണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. ഓസ്ട്രിയയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കൈകൊണ്ടാണ് പോർഷ 356 ആദ്യ 50 യൂണിറ്റുകൾ നിർമ്മിച്ചത്. പിന്നീടാണ് നിർമ്മാണം സ്റ്റുട്ട്ഗാർട്ടിലേക്ക് മാറ്റുന്നത്. ലൈറ്റ് വെയ്റ്റ് റിയർ എഞ്ചിൻ സ്പോർട്സ് കാറായ പോർഷ 356 അക്കാലത്ത് വേഗമേറിയതും ഏറ്റവും മനോഹരമായ ഡിസൈനിൽ നിർമ്മിച്ചതും മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതും കൊണ്ട് തന്നെ വളരെ വേഗം പ്രശസ്തി ആർജിച്ചു. 1964 പോർഷയുടെ ഏറ്റവും ഐക്കോണിക് മോഡലായ 911 ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പോർഷ 911 ഡിസൈൻ കണ്ടിന്യൂറ്റിയിലെ ഒരു മാസ്റ്റർ ക്ലാസ് ആണെന്ന് പറയാം. 1964 മുതൽ ഇന്ന് വരെ ദശാബ്ദങ്ങളായി നിരവധി സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളും അപ്ഡേഷനുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാറിന്റെ അടിസ്ഥാന ഡിസൈൻ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. റിഫൈൻ ഡോണ്ട് റീഇൻവെന്റ് എന്നാണ് പോർഷയുടെ ഡിസൈനേഴ്സ് പിന്തുടരുന്ന തത്വം. റേസിംഗിൽ പോർഷയുടെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ്. 30,000-ലേറെ വിജയങ്ങളാണ് റേസിംഗ് ഹിസ്റ്ററിയിൽ പോർഷയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പോർഷെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റേസിംഗ് ബ്രാൻഡാണെന്ന് പറയാം. ഈ ചുവപ്പ് ട്രാക്ടർ പോർഷ കൃഷി വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള അപൂർവ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. പോർഷ ഡീസൽ സൂപ്പർ ട്രാക്ടറുകൾ ചെറിയ കൃഷിയിടങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. സാധാരണയായി സ്പോർട്സ് കാറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോർഷയുടെ വ്യത്യസ്തമായൊരു മുഖം ഈ ട്രാക്ടറിലൂടെ നമുക്ക് കാണാനാകുന്നു. ആയിരത്തി 1970കളിലും 80കളിലും പോർഷ അവരുടെ ഇന്നോവേഷൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. 1977 പോർഷ 928 ലോഞ്ച് ചെയ്തു. ഫ്രണ്ട് എഞ്ചിൻ V8 ഗ്രാൻഡ് ടൂറായ പോർഷ 928 യൂറോപ്യൻ കാർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശേഷം 944ഉം 924ഉം ലോഞ്ച് ചെയ്തു. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും പോർഷ അവരുടെ ബോക്സർ എന്ന മോഡൽ 1996 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 911 കരേര മോഡലും കമ്പനി പുറത്തിറക്കി. ഇത് കൂടുതൽ ആളുകളെ പോർഷ എന്ന ബ്രാൻഡിലേക്ക് അടുപ്പിക്കാൻ കാരണമായി. 2002 പോർഷ കയൻ SUV ലോഞ്ച് ചെയ്യുന്നത്. ബ്രാൻഡിന്റെ ഡിസൈൻ ഐഡന്റിറ്റി നഷ്ടപ്പെടുമെന്ന് ആരാധകർ കരുതിയിരുന്നെങ്കിലും പോർഷയുടെ ആത്മാവിനെ നഷ്ടപ്പെടാതെ ഡിസൈൻ ചെയ്ത കയൻ ആളുകൾ ഏറ്റെടുത്തു. കയൻ അവതരിപ്പിച്ച ശേഷം ബ്രാൻഡിന്റെ സാമ്പത്തിക നില വളരെയേറെ മെച്ചപ്പെട്ടു. അതിനുശേഷം ലക്ഷറി സ്പോർട്സ് സെഡാനായ പനമേരയും കോമ്പാക്ട് SUV ആയ മഖാനും പോർഷ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവസാനമായി 2013 918 സ്പൈഡർ എന്ന പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ഹൈപ്പർ കാറും 2019 ടൈക്കൺ എന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ഫുള്ളി ഇലക്ട്രിക് കാറും നിർമ്മിച്ച് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഡിസൈനിലും ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ലാതെ ബ്രാൻഡ് മുന്നോട്ട് പോകുമെന്ന് തെളിയിച്ചു. ഇന്ന് ട്രാക്ക് മോൺസ്റ്ററായ GT3 RS പോലെയുള്ള മോഡലുകൾ വേഗത ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്ന വാഹനമാണ്. പോർഷ എന്നാൽ വേഗത മാത്രമല്ല, അതൊരു ആത്മബന്ധമാണ്. റോഡിനോടും ഡ്രൈവർമാരോടുമുള്ള അഗാധമായ ബന്ധം. അതുകൊണ്ട് തന്നെ പോർഷ എന്ന ബ്രാൻഡിനും വാഹനങ്ങൾക്കും പകരം വെക്കാൻ മറ്റൊരു ബ്രാൻഡില്ല എന്ന് പറയാം. സോ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ 3 മ്യൂസിയംസ് കണ്ടു. പോർഷെ മ്യൂസിയം കണ്ടു, മെർസിഡീസ് മ്യൂസിയം കണ്ടു, വോൾവോ മ്യൂസിയം കണ്ടു. എങ്ങനെയുണ്ട്? പാർക്കിംഗ് ലോട്ട്. ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂറോപ്പിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഒരുപാട് വണ്ടികളുടെ കാഴ്ചകളും മറ്റു കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.